ഇപ്പം ഇലക്ഷൻ കഴിഞ്ഞു, കേരളത്തോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ ഇലക്ഷനും കഴിഞ്ഞായിരുന്നു. ഇപ്പം വെസ്റ്റ് ബംഗാളിൽ മുഖ്യമന്ത്രിയായി, അസമിൽ മുഖ്യമന്ത്രിയായി, തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയായി. കേരളത്തിലോട്ട് വരുമ്പം ഇപ്പോഴും ഇതൊന്നും ആയിട്ടില്ല. മുഖ്യമന്ത്രി ചർച്ചകളോ എവിടെ എത്തിയിട്ടില്ല എന്നല്ല, പരസ്യമായിട്ടുള്ള പോരിലോട്ട് പോകുന്നു. ഇത് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു പരാജയം കൂടിയല്ലേ? ഏറ്റവും അത്ഭുതകരമായ വസ്തുത, ആസാമിൽ കോൺഗ്രസ്സുകാർ മത്സരിച്ചിരുന്നു. കുറേ ഏതാനും സീറ്റുകൾ കിട്ടിയിട്ടുണ്ട്. ബംഗാളിൽ കിട്ടിയെന്ന് പറയാം, 2 കിട്ടി. മറ്റേ TVKയുടെ DMKയുടെ കൂടെ 5 തമിഴ്നാട്ടിൽ കിട്ടി. അപ്പോൾ ഇവിടെയൊക്കെ ഹൈക്കമാൻഡ് ഇവിടെ കേരളത്തിന് മാത്രമേ ഉള്ളൂ എന്നുള്ള എൻ്റെ സംശയം. ഹൈക്കമാൻഡ് എന്ന് പറയുന്ന സാധനം കേരളത്തിലെ കോൺഗ്രസിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇപ്പോൾ ദീപാദാസ് മുൻഷി എന്ന് പറയുന്ന പശ്ചിമ ബംഗാൾക്കാരി പഴയ ഏറ്റവും വലിയ നേതാവിൻ്റെ ഭാര്യ ഇവിടെ കേരളത്തിൽ കറങ്ങടക്കാണ്. ബംഗാളിലെ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കാൻ അവർക്ക് പോകണ്ടേ? അതെന്ത് ജയിച്ചത് 2. ഇവരാരും ഇല്ലെങ്കിലും കോൺഗ്രസ് ഇവിടെ ജയിക്കും. ഈ പറയപ്പെടുന്ന നേതാക്കന്മാരാരും ഇല്ലെങ്കിലും കോൺഗ്രസ് ജയിക്കും. കേരളത്തിലെ കോൺഗ്രസ് ഇപ്പോഴത്തെ ഘടന അനുസരിച്ച് നേതാക്കന്മാർക്ക് പ്രാധാന്യമല്ല. പക്ഷെ ഇവിടെ ഹൈക്കമാൻഡ് എങ്ങനെ കൊണ്ടു നടക്കേണ്ട ആവശ്യമുള്ളവരുണ്ട്. ഹൈക്കമാൻഡിൽ കൂടെ കാര്യങ്ങൾ നടക്കുമല്ല കാര്യം സാധിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്കാർ, അവരാണ് ഹൈക്കമാൻഡിനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നത്. അവിടെയാണ് തകരാറ്. ഇപ്പം രമേശ് ചെന്നിത്തലയുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു, കേരളത്തിലെ വിജയത്തിന് കാരണക്കാരൻ രാഹുൽ ഗാന്ധിയാണെന്ന് പറഞ്ഞു. ഓക്കെ, നല്ല കാര്യം. കാരണം നാളെ രാഹുൽ ഗാന്ധി ഇയാളെ സപ്പോർട്ട് ചെയ്യുന്ന എങ്ങനെ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ, അതാണ് വാദമെങ്കിൽ, രാഹുൽ ഗാന്ധി കേരളത്തിൻ്റെ മാത്രം പ്രസിഡൻ്റല്ല, മറ്റ് സ്റ്റേറ്റ് സംസ്ഥാനങ്ങളുടെ കൂടിയും. അപ്പോൾ തോറ്റേൻ്റെ ഉത്തരവാദിത്താരാ? അതും രമേശ് ചെന്നിത്തല പറയേണ്ടി വരും. ഇത് രാഹുൽ ഗാന്ധിയെ സൂചിപ്പിക്കാൻ വേണ്ടി ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അങ്ങനെ ഹൈക്കമാൻഡിനെ സൂചിപ്പിച്ച് ഇവിടെ കേരളത്തിൽ കോൺഗ്രസ് ഇല്ലാതോ? അങ്ങനെ എല്ലാ സ്റ്റേറ്റിലും ഇല്ലാതെ. എനിക്കൊന്നും മുമ്പ് തമിഴ്നാട്ടിൽ ഇതേപോലെ കോൺഗ്രസ് ഉണ്ടായിരുന്നു. 1969 കോൺഗ്രസ് സ്ട്രോങ് ആയിരുന്നു. ആന്ധ്രയിൽ സ്ട്രോങ് ആയിരുന്നു. അവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ ഹൈക്കമാൻഡ് ഓരോരുത്തർ കെട്ടിയിറക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെയൊക്കെ കോൺഗ്രസ് ശിഥിലമായി ഒന്നും അല്ലാണ്ട് പോയൊരു ഇതിലോട്ട് എത്തിയത്. അല്ല, ഹൈക്കമാൻഡ് കെട്ടിയിറക്കുന്നത് കൊണ്ട് മാത്രമല്ല, തങ്ങളെക്കാൾ മേധാവിത്വം ഉള്ള നേതാക്കന്മാർ ഏതെല്ലാം സ്റ്റേറ്റിലുണ്ടോ അവരെ ഒതുക്കും. ചംച സ്റ്റൈലിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന, പെട്ടിപിടുത്തക്കാർ മാത്രമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന പ്രാദേശിക നേതാക്കളെയാണ് ആര് പ്രിഫർ ചെയ്യുന്നത്? ഹൈക്കമാൻഡ്. കാരണം അവർക്ക് സപ്പോർട്ടില്ല. ഇന്ദിരാഗാന്ധി വരെ ആ പേടിയില്ലായിരുന്നു. രാജീവ് ഗാന്ധിയുടെ കാലം കത്തിച്ച് നിലനിന്നു. ഇന്ദിരാഗാന്ധിക്ക് ഇപ്പോൾ കേരളത്തിലെ സ്ഥിതി എടുത്താൽ ഇന്ദിരാഗാന്ധിക്ക് കരുണാകരനേക്കാളും AK ആന്റണിയേക്കാളും ജനസ്വാധീനം ഇന്ദിരാഗാന്ധിക്കായിരുന്നു കേരളത്തിൽ. ആ സ്വാധീനം സോണിയാഗാന്ധിക്കോ രാഹുൽ ഗാന്ധിക്കോ ഉണ്ടായെന്നുള്ള മട്ടിൽ ഇവിടെ വെറുമായിട്ട് കാര്യമില്ല. ഒരു സീറ്റിൽ പോലും ജയിപ്പിക്കാൻ അവർ വിചാരിച്ചാൽ പറ്റിയല്ല. ഇന്ദിരാഗാന്ധി വിചാരിച്ച കുറേ സീറ്റുകളിൽ ജയിപ്പിക്കാൻ പറ്റുമായിരുന്നു. ഇന്ദിരയുടെ പേര് മാത്രം മതിയായിരുന്നു കേരളത്തിൽ. അതുകൊണ്ട് കരുണാകരൻ സ്വല്പം ശക്തി ആർജിക്കുന്ന കരുണാകരൻ ഒന്നുമല്ലാതാക്കി. അഖിലേന്ത്യാ തലത്തിലും കരുണാകരൻ ശക്തിയായി. അപ്പോൾ കരുണാകരനെ ഒഴിവാക്കുക എന്നുള്ളത് ഹൈക്കമാൻഡിൻ്റെ ഒരു തീരുമാനം തന്നെയാണ്. അതിപ്പോൾ KV തോമസിൻ്റെ പുസ്തകത്തിൽ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. പല കാരണങ്ങളുണ്ട് അതിന്. അപ്പോൾ ഇവിടെ ഏത് രീതിയിൽ കോൺഗ്രസിനെ നന്നാക്കാൻ പറ്റും അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ പറ്റും എന്നുള്ള ശ്രമം നടത്തുന്നതാണ്. ഇപ്പോൾ പച്ചക്കങ്ങ് പറഞ്ഞാൽ വേണുഗോപാൽ ആർക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്? ഒറ്റ ചോദ്യമുള്ളൂ. വേണുഗോപാൽ ആർക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്? കേരളത്തിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കേണ്ടത് ആവശ്യമാർക്കാം? BJP. CPM-നല്ല. CPM-ന് വലിയ ഇനിയൊന്നും വളരാനില്ലെന്നറിയാം. BJPക്ക് തെക്കേ ഇന്ത്യയിൽ കാലുറപ്പിക്കണമെങ്കിൽ വേണ്ട ഒരു സംസ്ഥാനം കേരള. തമിഴ്നാട്ടിൽ പതുക്കെ അവർ ഈ TVK എന്ന് പറഞ്ഞ പാർട്ടി തന്നെ ചിലപ്പോൾ അവരുടെ കക്ഷികളായി മാറാം നാളെ. പ്രത്യേകിച്ച് ഒരു ഐഡിയോളജി ഇല്ലാത്ത അല്ലെങ്കിൽ DMK ആകാം. ഇനി DMK ഉണ്ട്, നല്ല പ്രബല ഇതുണ്ട്. അവർക്ക് നാളെ കൂട്ടുകൂടാൻ ഇഷ്ടം പോലെ ഉണ്ട്. ചരിത്രത്തിന് മുമ്പ് അവർ NDA ആയിട്ട് മുന്നണിയിൽ ചേർന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അവിടെ പ്രശ്നമില്ല. തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തിൽ ഇത് പ്രശ്നമല്ല. മറിച്ച് ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന സങ്കല്പം കോൺഗ്രസിനെ വളർത്തിയ സംസ്ഥാനങ്ങളേത്, തളർത്തിയ സംസ്ഥാനങ്ങളേത്, അതിനെക്കുറിച്ച് കേരളത്തിലെ കോൺഗ്രസ്സുകാർ പഠിക്കണം. എന്നിട്ട് മാത്രം വേണം ഹൈക്കമാൻഡിൻ്റെ പുറകെ പോകാൻ. അപ്പോൾ ഹൈക്കമാൻഡിൻ്റെ ഈ തീരുമാനങ്ങൾ ഇപ്പോൾ കേരളത്തെ മാത്രം എടുത്തു. വേണുഗോപാലോ ശക്തനായിരുന്നെങ്കിൽ, ഞാൻ വിചാരിക്കുന്ന ഏറ്റവും ദുർബലനായൊരു നേതാവാണ് വേണുഗോപാൽ എൻ്റെ കണക്കൂട്ടൽ. കാരണം വേണുഗോപാൽ ശക്തനായിരുന്നെങ്കിൽ, ഈ പറയുന്ന ശക്തി വേണുഗോപാലിനുണ്ടായിരുന്നെങ്കിൽ എത്ര പണ്ട് ഇത് സാധിക്കണമായിരുന്നു. 5-6 ദിവസം മുമ്പ് വേണുഗോപാൽ മുഖ്യമന്ത്രി ആയില്ലേ? എന്തേ വേണുഗോപാൽ ആരാ തെരഞ്ഞു നിർത്തിയത്? രാഹുൽ ഗാന്ധി ശക്തനല്ലാന്ന് തെളിയുന്നുണ്ട്. ഇവിടെ ജനാധിപത്യത്തിൻ്റെ ഒരു നല്ല വശം കാണുന്നുണ്ട്. വേണുഗോപാലും രാഹുൽ ഗാന്ധിയും മറ്റുള്ളവരും എല്ലാം വിചാരിച്ചിട്ട് ഇയാളെ മുഖ്യമന്ത്രിയാക്കാൻ അത്ര എളുപ്പത്തിൽ സാധിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താ?
ജനാധിപത്യ ശക്തികളുടെ ചെറുത്തുനിൽപ്പ് ഉണ്ടാകുന്നുണ്ട്. അതിനെ ഭയപ്പെടാതിരിക്കാൻ പറ്റില്ല. അതിനെ മറികടന്നുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് കോൺഗ്രസ് ഇല്ലാതെ. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇവരൊക്കെ പറയുന്നത് കാരണം കെ സി വേണുഗോപാലിനെ മുഖ്യമന്ത്രി ആക്കണം എന്ന് പറഞ്ഞു. അതേ സമയത്ത് കെ സി വേണുഗോപാൽ ഏറ്റെടുക്കേണ്ട കുറച്ച് കാര്യം AICC ചുമതലയുള്ള ആളാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ബംഗാളിൽ തോറ്റു, അതേപോലെ അസമിൽ തോറ്റു, തമിഴ്നാട്ടിൽ 5 സീറ്റേ കിട്ടിയുള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ തോറ്റിൻ്റെ ഉത്തരവാദിത്വം ആ സാധനം മഹാരാഷ്ട്ര. അതെ, അവിടുത്തെ ചുമതലയുള്ള ആളായിരുന്നു രമേശ് ചെന്നിത്തല. അവിടെ തോറ്റു ഒന്നുമില്ലാണ്ടായി. തോറ്റെന്ന് മാത്രമല്ല, ഉണ്ടായിരുന്ന മുന്നണികൾ ശിവസേന 2 വിഭജിക്കുന്നു, NCP 2 വിഭജിക്കുന്നു, BJP മൊത്തത്തിലവിടെ ഒന്നും ഇല്ലാണ്ടാക്കി. അപ്പോൾ അതാരുടെ ഗെയിം പ്ലാൻ? അതെ, അതാരുടെ ഗെയിം പ്ലാൻ? ആരുടെ? മോഡിയുടെ. അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ആൾ വേണുഗോപാൽ. മാത്രം വിചാരിച്ചാൽ മതി. ഇവിടങ്ങളിലെല്ലാം കോൺഗ്രസിനെ ഇല്ലാതാക്കുക എന്നുള്ളതിൻ്റെ ഉദ്ദേശം. കാരണം കോൺഗ്രസിന് കൂടാവുന്ന ഏറ്റവും നല്ല കരുത്തെന്ന് ബംഗാളിലെ മമതയായിരുന്നു. അതിന് ഒരു 5 പൈസയുടെ മുതലില്ലാത്ത CPM-നും കൊടുക്കൊണ്ടോണം. ആ തീരുമാനം എടുത്തുതരാം. ആന്ധ്രയും തെലുങ്ക് ദേശങ്ങളെ വിഭജിക്കണോ വേണ്ടിയെന്നുള്ള തർക്കം അവിടെ തുടങ്ങുകയാണ്. ചർച്ച തർക്കം വന്നു. ഉടനെ പറഞ്ഞു ലാഭം നമുക്ക് ഏതായാലും ആന്ധ്ര പോയി, എന്നാൽ വിഭജിച്ചാൽ തെലുങ്ക് ദേശം കിട്ടും. പുതിയ സ്റ്റേറ്റ് ഉണ്ടാക്കി കൊടുത്തു. അതുകൊണ്ട് ചന്ദ്രശേഖര റാവു പോയി. ഇപ്പം തിരിച്ചു കിട്ടി. എന്നാൽ അന്നുണ്ടായ സംഭവമാണ്. രേവന്ത് റെഡ്ഡി വെച്ച് അങ്ങനെ എടുക്കുന്നുണ്ട്. അല്ലാണ്ട് അത് അതിൻ്റെ അകത്ത് രാഹുൽ ഗാന്ധിക്കോ പ്രിയങ്ക ഗാന്ധിക്കോ KC വേണുഗോപാലിന് ഒരു പങ്കുമില്ല. കർണാടകത്തിലെ വിജയം DK ശിവകുമാറിനൊരൊറ്റ അങ്ങനെ അത്രയും ശക്തനായിട്ടുള്ള ഒരാൾ വരാൻ പാടില്ല. അതുകൊണ്ട് മറ്റേ ഇങ്ങനെ കൊണ്ടുവന്നു, സിദ്ധാരാമയ്യെ കൊണ്ടുവന്നു. അദ്ദേഹത്തിന് സമുദായ പിന്തുണ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ രമേശ് ചെന്നിത്തല കളിക്കുന്ന കളി ആ കളിയാണ്. നായന്മാരുടെ സുകുമാരൻ നായരുടെ പൂർണ്ണ പിന്തുണ എനിക്കാണ്, സഭാ മേലധ്യക്ഷന്മാരുടെ പിന്തുണ എനിക്കാണ് എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. അങ്ങനെ പറഞ്ഞാണ് സിദ്ധാരാമയ്യെ ആക്കിയത്. ആ പാറ്റേണാണ് ഇവിടെ പിന്തുടരാൻ നോക്കുന്നത്. അപ്പോൾ ഹൈക്കമാൻഡ് ചില തെറ്റായ കീഴ്വഴക്കങ്ങൾ ഉണ്ടാക്കി വയ്ക്കുകയും എന്നാൽ അതനുസരിച്ച് കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. കോൺഗ്രസിൻ്റെ പ്രവർത്തകർ അങ്ങനെ ചിന്തിക്കുന്നവരല്ല. അവിടെയാണ് തകരാറ്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഏറ്റവും മുതൽ വരുന്ന വാർത്തകളനുസരിച്ച് സിദ്ധരാമയ്യനെ വെച്ചെങ്ങാണ്ട് ലീഗുമായിട്ട് വില വീശുന്നുണ്ട് എന്നുള്ളൊരു സാധനം. കാരണം കർണാടകയിൽ മുസ്ലിം വിഭാഗത്തിൽ ഒരു മന്ത്രിസഭ അല്ലെങ്കിൽ ക്യാബിനറ്റിൽ പദവി കൂടി കൊടുക്കും എന്നുള്ളവർ പറയുന്നു. അതേസമയം ആ ദൂതനെ വെച്ചെങ്ങാണ്ട് പാണക്കാട് കുടുംബമായിട്ട് ഒരു വിലപേശൽ നടത്തുന്നു. KC വേണുഗോപാലിനെ സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു മന്ത്രിസഭ കൊടുക്കും, ഒരു മന്ത്രിനെ കൊടുക്കും എന്നുള്ളത് പറയുന്നു. അപ്പോൾ ഇതൊക്കെ വരുമ്പോഴും ഈ പറഞ്ഞ പോലെ മുഴുവനായിട്ട് ഇപ്പോൾ നമ്മൾ ഇവിടെ KPCC എന്നൊരു പ്രശ്നമായി കാരണം അത് പറയേണ്ടത് AICC-യിലാണ്. ഈ AICC-യുടെ നേതാവാണ് ഈ പറഞ്ഞ പോലെ KC വേണുഗോപാൽ. KC വേണുഗോപാലിന് കംപ്ലയിൻറ്റ് കൊടുത്ത് അത് ആദ്യം നോക്കുന്നത് പറഞ്ഞ പോലെ KC വേണുഗോപാൽ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധി ഒക്കെ തന്നെയാണ്. അപ്പം ഈ ഒരു വിഷയം എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഇതിൻ്റെ അത് KC വേണുഗോപാൽ സിദ്ധാരാമയ്യ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ കാര്യം മാത്രം ഓർത്താൽ മതി. കോൺഗ്രസ്, ഞാൻ ആദ്യം ഇടയ്ക്കെന്ന് പറഞ്ഞു, നേതാക്കളേക്കാൾ കൂടുതൽ പ്രവർത്തകരെ ചില സന്ദർഭങ്ങളിൽ സജീവമായിട്ട് ഇടപെടും. ഒരു 1969 കോൺഗ്രസ് ഇന്ദിരാഗാന്ധിയുടെ അടുത്ത് വളരുമ്പോൾ എല്ലാ നേതാക്കന്മാരും, നമ്മൾ കേരളം അല്ല ഇന്ത്യ അറിയപ്പെടുന്ന നേതാക്കന്മാർ മുഴുവൻ സംഘടനാ കോൺഗ്രസ്സിലായിരുന്നു. ഇന്ദിരാഗാന്ധിക്ക് എതിരായിരുന്നു. പക്ഷെ ഇന്ദിരാഗാന്ധിയുടെ സപ്പോർട്ട് ബേസ് ഏതായിരുന്നു? ജനങ്ങളായിരുന്നു. 69 തന്നെ മൊറാർജി ദേശായി, നെജലിംഗപ്പ, കാമരാജ്, അതുല്യ ഘോഷ, SK പട്ടേൽ തുടങ്ങിയ എല്ലാവരും ഇന്ദിരാഗാന്ധിക്കെതിരായിരുന്നു. എന്നിട്ടും ജയിച്ചു വന്നത് ഇന്ദിരാഗാന്ധിയാണ്. ഇവിടെ മറക്കാണ്ടാത്ത കാര്യം, ഈ ജനങ്ങളെ ഒരു താല്പര്യത്തിൽ ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ അതിനെ മറികടക്കാൻ പറ്റുന്ന നേതാക്കന്മാർ കോൺഗ്രസിലില്ല. അതാണ് സത്യം. ഇപ്പോൾ KV തോമസിനെ പറ്റി ആദ്യം ധരിച്ചിരുന്നെന്താ? അല്ലെ PC ചാക്കയെ പറ്റി ധരിച്ചിരുന്നെന്താ? ഇവരൊക്കെ പോയിട്ട് എന്നാ പറ്റി? എന്തെങ്കിലും പറ്റിയോ കോൺഗ്രസിന്? എത്രയോ നേതാക്കന്മാർ പോയി കോൺഗ്രസിന്. ഇതൊന്നും കോൺഗ്രസിനെ ബാധിച്ചില്ല. ഇപ്പോൾ രമേശ് ചെന്നിത്തല നാളെ പോയി എന്ന് പറഞ്ഞാലും, നാളെ KC വേണുഗോപാൽ കോൺഗ്രസിൽ നിന്ന് പോയി എന്ന് പറഞ്ഞാൽ പോട്ടെ, ശല്യം തീർന്നെന്നേ പറയും. അല്ലാണ്ട് കോൺഗ്രസിന് തീരാൻ നഷ്ടമെന്നൊന്നും ആരും പറയില്ല. വേണുഗോപാലിനെ കൊണ്ട് മറ്റ് ലാഭങ്ങൾ ഉദ്ദേശിക്കുന്നവർ പറയും നഷ്ടമെന്ന് പറയും. ഇപ്പോൾ അതിലും വലിയ പ്രശ്നങ്ങളിലേക്ക് വേണുഗോപാൽ ചെന്ന് ചാടും, ഓട്ടോമാറ്റിക്കായിട്ട് ചാടും. ഇപ്പോൾ എല്ലാ MLA-മാർക്കും കാശ് കൊടുത്തെന്നുള്ള വാർത്ത കുറേശ്ശെ വരുന്നുണ്ട്. ഒരു MLA നിശ്ചയിച്ചിട്ടില്ല, ഒരു വേണുഗോപാൽ നിശ്ചയിച്ചിട്ടില്ല. നാളെ ഒരു ED എൻക്വയറി ഈ കാശെല്ലാം വേണുഗോപാൽ എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ ബാധ്യസ്ഥനാകില്ലേ? വേണുഗോപാലിന് പൈസ കൊടുത്ത് ഫിനാൻസ് ചെയ്തിരിക്കുന്ന മുതലാളിമാർ ഇതാകില്ലേ? മണി ലോണ്ടറിങ്ങിൽ വരില്ല. അവർ എങ്ങനെയാണ് വരാൻ പോകുന്നത് അറിയാൻ പറ്റില്ല. അപ്പോൾ ഇവർ തുറന്ന് വിട്ടിരിക്കുന്ന പണ്ടാരാസ് ബോക്സ് എന്ന് പറയുന്നത് ഇവർക്ക് ഇനി കുടത്തിന് ഭൂതത്തെ തുറന്നു വിട്ടു, പ്രവർത്തകരുടെ കയ്യിലേക്ക് തുറന്നു വിട്ടു കൊടുത്തു. ഇനി അത് അടയ്ക്കാൻ ഇവർക്ക് പറ്റില്ല. അവിടെയാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു കാര്യം, ലീഗിനെതിരെ പറയുന്നത് സതീശനെ മൊത്തം ബാക്ക് സപ്പോർട്ട് ചെയ്യുന്നത് തീവ്രവാദി ജിഹാദി മുസ്ലിംസ് ആണ് എന്നുള്ള തരത്തിൽ BJP ഒരു ഭാഗത്ത് സപ്പോർട്ട് നരേഷൻ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തിൻ്റെ സത്യാവസ്ഥ എന്താ ശരിക്കും?
സതീശനെ സപ്പോർട്ട് ചെയ്യുന്നത് ലീഗുകാർ മാത്രം. ഇപ്പോൾ കോൺഗ്രസ്സിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 8-9 MLA മാർ നിലവിൽ സതീശനെ സപ്പോർട്ട് ചെയ്യുന്നത്. MP മാരിലാണെങ്കിൽ മുരളീധരൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, മുല്ലപ്പള്ളി രാമചന്ദ്രൻ 2 പേരേ ഉള്ളൂ MP മാരായിട്ട് സപ്പോർട്ട് ചെയ്യാനുള്ളത്. ലീഗിലോട്ട് നോക്കുമ്പോൾ ലീഗിന് 22 MLA മാർ, 27 ആൾക്കാർ മത്സരിച്ച് 22 ആൾക്കാർ MLA മാർ അവർക്കുണ്ട്. ആ 22 പേരുടെയും പിന്തുണ പൂർണ്ണമായിട്ട് സതീശനാണ്. BJP ഉണ്ടാക്കുന്ന നരേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സതീശൻ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് വേണ്ടിങ്ങാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്ന ഒരാളാണ് എന്നുള്ള കാര്യത്തിൽ. അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താ? ആ നരേഷൻ ഉണ്ടാക്കുന്ന 2 ഉദ്ദേശമുണ്ട്. വേണുഗോപാലൊക്കെ അറിഞ്ഞുകൊണ്ട് ഈ കോൺഗ്രസിനെ കുരുതി കൊടുക്കുന്ന പരിപാടിക്ക് കൂട്ടു നിൽക്കുന്നതിലാണ് സങ്കടം. ആ നരേഷൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു മുസ്ലിം സെൻറ്റിമെൻറ്റ്, ആൻറ്റി മുസ്ലിം സെൻറ്റിമെൻറ്റ്, അല്ലെ ഇസ്ലാമോഫോബിയ എന്ന് ഞാൻ അത്രയും കടത്തി പറയുന്നില്ല, മുസ്ലിം സെൻറ്റിമെൻറ്റ് ഇത് വളർത്തിയെടുത്തിട്ട് ക്രിസ്ത്യൻസിനെ അതിനെതിരായിട്ട് കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. അതിന് മുന്നിൽ നിൽക്കാൻ പോകുന്ന BJP ആയിരിക്കും. ഇവർക്കല്ല പ്രയോജനം കിട്ടാൻ പോകുന്നത്. വേണുഗോപാലിനോ കോൺഗ്രസിനോ സോണിയാഗാന്ധിക്കോ ഇവർക്കല്ല പ്രയോജനം കിട്ടാൻ പോകുന്നത് BJPക്കായിരിക്കും. മുസ്ലിംസിനെ കൊണ്ട് ഇങ്ങനെ മുമ്പ് നിർത്തി മുസ്ലിങ്ങൾ നിങ്ങളെ ആക്രമിക്കാൻ വരുന്നത് ഓടിക്കോ എന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികളുടെ ഈ RSSൻ്റെ ബ്രാക്കറ്റിലേക്ക് കൊണ്ടുവരാനുള്ള ഗൂഢശ്രമം തന്നെയാണിത്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഏറ്റവും മികച്ച സംഘാടകനാരെന്ന് വെച്ചാൽ അത് വെള്ളാപ്പള്ളി, ഏറ്റവും നല്ല നേതാവ് വെള്ളാപ്പള്ളിയാണ്. കാരണം അയാളുടെ ടാർഗറ്റിലേക്ക് കൊണ്ടുപോവുക. ഇവരൊന്നും അറിയാതെ കണ്ണ് പൊട്ടിയ കഴുതയെ വലിച്ചുകൊണ്ട് പോകുന്നതല്ലാണ് വേണുഗോപാലിനൊക്കെ വലിച്ചുകൊണ്ട് പോകുന്നത്. അന്ധനാണ്, ചുറ്റുമുള്ള യാഥാർത്ഥ്യങ്ങൾ കാണാൻ പറ്റുന്നില്ല. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാൽ കേരളത്തിൽ ഇത്ര കാലം ഒരു 1967 തൊട്ട് കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി, ഏത് മുന്നണിയാണെങ്കിലും ആ സ്റ്റെബിലിറ്റിയുടെ ഏറ്റവും സാമൂഹികമായ സ്റ്റെബിലിറ്റി, അതിന് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ കൊടുത്തിരിക്കുന്ന ലീഗാണ്. വേറെ ഏത് സംഘടനയുണ്ട്? ബാബരി മസ്ജിദ് അവിടെ തകർക്കുമ്പോൾ കേരളം ആളിക്കത്തേണ്ടതായിരുന്നു, കത്തിയോ? അതല്ല, അങ്ങനൊരു വലിയ വർഗീയ കലാപത്തിലേക്ക് പോകാതെ തടഞ്ഞു നിർത്തിയാരാ? ലീഗ് തന്നെയാണ് തടഞ്ഞു നിർത്തിയത്. മാറാടെ കുഴപ്പമുണ്ടാക്കാൻ ലീഗിലെ തീവ്രവാദികൾ നോക്കി അതിനെ അവസാന ഘട്ടത്തിൽ നിയന്ത്രിച്ചാരാ? അതും ലീഗ് തന്നെ. ലീഗിൻ്റെ ഇപ്പോഴത്തെ പണക്കാട് ആ ലെഗസി ആണ് നിയന്ത്രിച്ചിരുന്നത്. പക്ഷെ അതൊക്കെ മറന്നുകൊണ്ട് കൊള്ളനാടനെ പോലെ ഒരാൾ ഒന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കൊള്ളനാടൻ ആർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്? ലീഗിനെ കോൺഗ്രസിന് അകറ്റി എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻസ് മാത്രമായി കോൺഗ്രസ്. നായന്മാർ ഓൾറെഡി പകുതിയെങ്കിലും BJPയുടെ കൂടെയാണ്. പിന്നെ കോൺഗ്രസിന് ക്രിസ്ത്യാനിയും കൂടെ പോയി കഴിഞ്ഞാൽ ഇനി ലീഗിനെ തെരുവുകൊണ്ട് ക്രിസ്ത്യാനി ഇവിടെ നിൽക്കുന്ന വിചാരിക്കുന്നത് തെറ്റാണ്. അപ്പോഴും പകുതി നിയമമണ്ഡലത്തിൽ പോലും അവർക്ക് സ്വാധീനമില്ല, പകുതി കോൺസ്റ്റിറ്റ്യുവൻസി പോലും ക്രിസ്ത്യൻ സ്വാധീനമില്ല. നായർ BJPയിലേക്ക് പോയി ഈ ക്രിസ്ത്യൻ വോട്ട് കൊണ്ട് മാത്രം ജയിക്കാമെന്നാണോ കൊള്ളനാടൻ വിചാരിക്കുന്നത്? പോട്ടെ, മുസ്ലിം ലീഗ് വർഗീയ വചനം കൊള്ളനാടൻ പറയുന്നത് നിങ്ങൾക്ക് തന്നെ എവിടെ കാര്യം എന്നൊക്കെ ചോദിക്കാം. വോട്ടെല്ലാം മൂവാറ്റുപുഴ നിയമമണ്ഡലത്തിലെ ഇസ്ലാമിക് സ്ട്രെങ്ത് എന്നാന്ന് കൊള്ളനാടൻ അറിയാം. അപ്പോൾ അതിന് പകരം ഹിന്ദു വോട്ട് കിട്ടുമെന്നായിരിക്കും വിചാരിക്കുന്നത്. ആ ഹിന്ദു വോട്ട് ഓൾറെഡി ഇനിയിപ്പം BJPയുടെ പോക്കറ്റിലായി. 3 സീറ്റ് ഇവിടെ ജയിച്ചു, അത് മതിയായിരുന്നു അവർക്ക്. 1 സീറ്റ് ജയിച്ചാൽ മതിയായിരുന്നു. കേന്ദ്ര ദേശീയ നേതൃത്വം തന്നെ ധാരാളം ജയിക്കാൻ പറ്റും. കേരളത്തിലും BJPക്ക് ജയിക്കാൻ. സുരേഷ് ഗോപി ജയിച്ചത് BJP വിജയമായിട്ട് കണക്കൂട്ടിയില്ല, ആരും കണക്കൂട്ടിയില്ല. രാജഗോപാൽ ജയിച്ചതും BJP വിജയമായിട്ട് കണക്കൂട്ടിയിട്ടില്ല. വ്യക്തിപരമായ സിമ്പതിയുടെ പേരിൽ, കഴിവിൻ്റെ പേരിൽ ജയിച്ചവരാണ്. പക്ഷേ ഇപ്പോഴത്തെ ഇലക്ഷൻ BJPയുടെ 3 സീറ്റും വി മുരളീധരനും രാജീവ് ചന്ദ്രശേഖറും ബാബുവും ജയിക്കുമ്പോൾ, ബാബുകുമാറും ജയിക്കുമ്പം അത് BJPയുടെ വിജയമായിട്ട് ബ്രാൻഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. തൃശ്ശൂർ ആരെങ്കിലും പറയുമായിരുന്നു. അപ്പം അങ്ങനെ ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാക്കിയതിൻ്റെ കാരണം കോൺഗ്രസിൻ്റെ ചില നേതാക്കന്മാരാണ്. അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല പറഞ്ഞാൽ 110 മുകളിലേക്ക് പോയാണിത്. ആദ്യം സുധാകരൻ പ്രശ്നം ഉണ്ടാക്കി. ഏതാ? മന്ത്രിസ്ഥാനം വേണമെന്നൊരു പ്രശ്നം ഉണ്ടായി. മന്ത്രിസ്ഥാനമല്ല, മത്സരിക്കണം. ആദ്യ പ്രശ്നം തുടങ്ങി വെച്ച സുധാകരനാണ്. ആ സുധാകരൻ ഇപ്പോൾ വേണുഗോപാലിനോട് ദേഷ്യമില്ല. ആലോചിച്ച് നോക്കണം. അപ്പോൾ ഇതിനകത്ത് നടത്തിയിരിക്കുന്ന കളി എന്തൊക്കെയാണ്? സുധാകരൻ ഏറ്റവും കൂടുതൽ എതിർക്കേണ്ടിരുന്ന വേണുഗോപാലിനെ എതിർക്കേണ്ടിയിരുന്ന ആളാരാ? സുധാകരൻ നിഷേധിക്കപ്പെട്ടതാണ് വേണുഗോപാലിന് കൊടുക്കുന്നത്. സുധാകരൻ എന്ത് നിഷേധിച്ചോ അത് വേണുഗോപാലിന് കൊടുക്കുക. എന്നിട്ടും ആ മനുഷ്യൻ്റെ പരാതിയില്ല. അതാണ് അതിനകത്ത് ഞാൻ കാണുന്ന രാഷ്ട്രീയം.